أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولكل أمة جعلنا منسكا ليذكروا اسم الله على ما رزقهم من بهيمة الأنعام فإلهكم إله واحد فله أسلموا وبشر المخبتين. صدق الله العلي العظيم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. الله ربي عليه توكلت نعم المولى ونعم النصير. സത്യവിശ്വാസികളായ സഹോദരി സഹോദരന്മാരെ, അള്ളാഹുവിൻ്റെ വിനീത ദാസന്മാരായി മുത്തഖീങ്ങളായി ജീവിക്കുവാൻ ആദ്യമേ വസിയത്ത് ചെയ്യുകയാണ്. ജീവിതയാത്രക്കിടയിൽ അവിടെയും ഇവിടെയുമൊക്കെയായി വന്നുപോയ ചെറുതും വലുതുമായ സകലമാന പാപങ്ങളും പാതകങ്ങളും കരുണാവാരിധിയായ കരുണാനിധിയായ റബ്ബ് സകലം പുറത്തു തരുമാറാകട്ടെ. വിശ്വാസം വിശുദ്ധവും കർമ്മങ്ങൾ കൃത്യനിഷ്ഠവും മനസ്സുകൾ മനോഹരവും സ്വഭാവം സൽസ്വഭാവവുമാക്കി നാഥൻ നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. രോഗികൾ അവരുടെ രോഗത്തിൻ്റെ പ്രയാസങ്ങളിൽ നിന്നും ആശ്വാസവും ആരോഗ്യവും നൽകി നാഥൻ അവരെ തുണക്കുമാറാകട്ടെ. കടബാധിതർക്ക് സ്വസ്ഥതയും സുസ്ഥിതിയും അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. കയറിക്കിടക്കാനൊരു വീട് സ്വപ്നങ്ങളായി കൊണ്ടു നടക്കുന്നവരുണ്ട്. അവരുടെ സ്വപ്നങ്ങൾക്ക് പൂർണ്ണത നൽകി യാഥാർത്ഥ്യമാക്കി അള്ളാഹു അവരെ അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിലെ വലിയ അഭിലാഷങ്ങളും ആഗ്രഹങ്ങളും ആവശ്യങ്ങളും മല പോലെ നിൽക്കുന്നത് മഞ്ഞ് പോലെയാക്കാൻ കഴിവുറ്റ റബ്ബ് ജീവിതത്തിലെ എല്ലാ ആവശ്യങ്ങളും മനോഹരവും എളുപ്പവുമാക്കി നമ്മെ എല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയ സഹോദരങ്ങളെ, ഇഹലോകം വെടിഞ്ഞ് ഇലാഹിലേക്കെത്തിയ ഇണകൾ, മരണപ്പെട്ടുപോയ മാതാപിതാക്കൾ, മക്കൾ, വിട പറഞ്ഞ കൂടപ്പിറപ്പുകൾ, കൂട്ടുകാർ, കുടുംബക്കാർ, അവരുടെ എല്ലാം മരണാനന്തര ജീവിതം മഗ്ഫിറത്ത് കൊണ്ടും മർഹമത്ത് കൊണ്ടും പടച്ചവൻ മനോഹരമാക്കി മാറ്റുമാറാകട്ടെ. പ്രിയ സഹോദരങ്ങളെ, സഹോദരിമാരെ, ഈ വർഷത്തെ പരിശുദ്ധമായ പാവനമായ ഹജ്ജ് കർമ്മവും അതിനുശേഷം അള്ളാഹു ആനന്ദിക്കുവാൻ വന്ന ഈദും പൂർത്തീകരിക്കുവാനും അതിന് സാക്ഷിയാകുവാനും അള്ളാഹു നമുക്ക് ആരോഗ്യവും ആയുസ്സും നൽകി. അൽഹംദുലില്ലാഹ്. നമ്മുടെ നാട്ടിൽ നിന്നും ലോകത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്നും ഹജ്ജിനായെത്തിയ ജനലക്ഷങ്ങൾക്ക് സമാധാനത്തോടും ആരോഗ്യത്തോടും കൂടി അവരുടെ നാടണയാൻ കരുണാവാരിധിയായ റബ്ബ് അവരെ അനുഗ്രഹിക്കുമാറാകട്ടെ. അവർ വളരെ പ്രയാസത്തോടും പ്രതീക്ഷയോടും കൂടി നിർവഹിച്ച എല്ലാ കർമ്മങ്ങളും മക്ബൂലും മബ്റൂറുമായി തീരുമാറാകട്ടെ. ശേഷം അവരുടെ നാടുകളിലെത്തി അവർക്ക് ലഭിച്ച ആത്മീയ അനുഭൂതികളും അറിവുകളും അവലംബമാക്കിക്കൊണ്ട് അവസാനം വരെ, അന്ത്യശ്വാസം വരെ അള്ളാഹുവിന് സമർപ്പിതരാകാൻ അള്ളാഹു അവരെയും നമ്മയും അനുഗ്രഹിക്കുമാറാകട്ടെ.
പ്രിയ സഹോദരങ്ങളെ, നാം മുന്നോട്ട് സഞ്ചരിക്കുമ്പോൾ തൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രിയപുത്രനെ പ്രപഞ്ചനാഥന്റെ പ്രീതിക്ക് വേണ്ടി സമർപ്പിച്ച സയ്യിദുന ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം നമ്മുടെ ജീവിത മാതൃകയാക്കി കൊണ്ടുവേണം നാം ഇനി മുന്നോട്ട് സഞ്ചരിക്കാൻ. അഥവാ അള്ളാഹുവിനെതിരിൽ അവന്റെ മാർഗത്തിൽ വഴിതടസ്സങ്ങളായി എനിക്കൊന്നുമുണ്ടാവുകയില്ല എന്ന് നമ്മുടെ അഹങ്കാരത്തെ, അഹംബോധത്തെ, ദുസ്വഭാവത്തെ, ദുശ്ചിന്തകളെ, ദുദേഹേച്ഛകളെ എല്ലാത്തിനെയും ബലിയർപ്പിച്ചുകൊണ്ട് നമുക്കിനി മുന്നോട്ട് പോകാൻ സാധിക്കുന്നുവെങ്കിലേ നമ്മുടെ ഈദും നമ്മുടെ കർമ്മങ്ങളും അർത്ഥവത്തായി തീരുന്നുള്ളൂ എന്നൊരിക്കൽ കൂടി എന്നോടും എൻ്റെ സഹോദരി സഹോദരങ്ങളോടും ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. നമുക്കറിയാം, അതുപോലെ മഹദി ഹാജറ റളിയല്ലാഹു അൻഹു പ്രതികൂല സാഹചര്യങ്ങളിലും പിടിച്ചു നിന്ന മഹദിയാണ് ഹാജറ റളിയല്ലാഹു അൻഹ. തന്റെ മകനു വേണ്ടി മരുഭൂമിയിൽ മടിച്ചിരിക്കാതെ ദാഹജലത്തിന് വേണ്ടി ഓടി ഓടി സംസം തീർത്ത മഹദി ഹാജറ റളിയല്ലാഹു അൻഹ എല്ലാം ആത്മാർത്ഥമായി അള്ളാഹുവിൽ പ്രതീക്ഷയർപ്പിക്കുകയാണ് എങ്കിൽ അള്ളാഹു സംരക്ഷിക്കുമെന്ന് തെളിയിച്ച ഹാജറ, മഹദി ഹാജറ റളിയല്ലാഹു അൻഹ, അവർ നമ്മുടെയും നമ്മുടെ സഹോദരിമാർക്കും മാതൃകയാകണം. പ്രിയ സഹോദരങ്ങളെ, പ്രത്യേകിച്ചും പ്രതികൂല ജീവിത സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നവരെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ ഖുർആൻ സത്യവിശ്വാസികളുടെ ഉപമയായിട്ട് അവതരിപ്പിച്ചത് രണ്ട് വനിതകളെയാണ് എന്ന് നമുക്കറിയാം. പ്രതികൂല സാഹചര്യങ്ങളോട് മല്ലടിച്ച രണ്ട് വനിതാ രത്നങ്ങളെയാണ് വിശുദ്ധ ഖുർആൻ വിശ്വാസികളുടെ മാതൃകയായിട്ട് അവതരിപ്പിച്ചത്. ളറബല്ലാഹു മസലൻ ലില്ലദീന ആമനു ഇംറഅത ഫിർഔൻ ഇദ് ഖാലത് റബ്ബി ബിനി ലി ഇൻദക ബൈതൻ ഫിൽ ജന്ന വനജ്ജിനി മിൻ ഫിർഔന വഅമലിഹി വനജ്ജിനി മിനൽ ഖൗമിൽ ളാലിമീൻ. അതിലൊന്ന് ഫറോവയുടെ പത്നിയാണ്. ഭൗതികമായ കൊട്ടാരങ്ങൾ, ഭൗതിക സമൃദ്ധമായ കൊട്ടാരത്തെയല്ല, മറിച്ച് അള്ളാഹുവിന്റെ തൃപ്തിയാണ് എനിക്ക് വേണ്ടത് എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു വനിതയെ, മാതൃകയെ നമുക്കതിൽ കാണാൻ കഴിയും. ഭരണകൂടം വെച്ച് നീട്ടുന്ന ഔദാര്യങ്ങളെക്കാളും ഓശാരങ്ങളെക്കാളും അള്ളാഹുവിന്റെ പ്രീതിയാണ് എപ്പോഴും മുറുകെ പിടിക്കേണ്ടതെന്ന പാഠം അവർ നമുക്ക് സമർപ്പിക്കുകയാണ്. പ്രതിസന്ധികളോട് മല്ലടിച്ച് വിശ്വാസത്തെ മുറുകെ പിടിച്ച് മുന്നോട്ട് നീങ്ങിയ അവർ എനിക്കും നിങ്ങൾക്കും മാതൃകയാകുന്നത് എനിക്കും നിങ്ങൾക്കും സൗകര്യമുള്ളയിടത്തും നമുക്ക് സൗകര്യമുള്ള പ്രദേശങ്ങളിലും മേഖലകളിലും മാത്രമല്ല അള്ളാഹുവിന് കീഴൊതുങ്ങേണ്ടതെന്നും, മറിച്ച് പ്രതികൂലമായ സാഹചര്യങ്ങളിലും പ്രതിസന്ധികളിലും അള്ളാഹുവിന്റെ ദീനിനെ ചേർത്ത് പിടിക്കുന്നവന് വിളിക്കുന്ന പേരാണ് മുഅ്മിൻ എന്ന പദം എന്നുകൂടിയാണ് അവർ നമ്മെ പഠിപ്പിച്ചത് എന്ന് ഓർക്കണം. പ്രിയമുള്ള സഹോദരന്മാരെ, രണ്ടാമതായി വിശുദ്ധ ഖുർആൻ ഉപമിച്ചത് നമുക്കറിയാം മറിയമിനെയാണ്. വമറിയമ ഇബ്നത ഇമ്രാൻ അല്ലതി അഹ്സനത് ഫർജഹ വനഫഖനാ ഫീഹി മിർ റൂഹിനാ വസദ്ദഖത് ബികലിമാതി റബ്ബിഹ വകുതുബിഹി വകാനത് മിനൽ ഖാനിതീൻ. മറിയമിനെയാണ്. നമുക്കറിയാം മറിയം റളിയല്ലാഹു അൻഹ വരാരായാണ്. യഥാർത്ഥത്തിൽ യാതൊരു തെറ്റും ചെയ്യാത്ത, അങ്ങേയറ്റം വിശുദ്ധയായി ജീവിച്ചിട്ടും ആക്ഷേപങ്ങളുടെ, പരിഹാസങ്ങളുടെ താണ്ഡവമേൽക്കേണ്ടി വന്ന ആ മഹൽ വനിത യഥാർത്ഥത്തിൽ നമുക്ക് ഈ കാലഘട്ടത്തിലും നൽകുന്ന പാഠം വളരെ പ്രധാനമാണ്. തീവ്രവാദത്തിന്റെയും ഭീകരവാദത്തിന്റെയും ഒക്കെ ആക്ഷേപങ്ങൾ നമുക്ക് മേൽ വർഷിച്ചു കൊണ്ടിരിക്കുമ്പോഴും, അതുപോലെ ജിഹാദികളെന്നും ജീർണ സംസ്കാരമെന്നും നമുക്കുമേൽ തെറ്റിദ്ധരിപ്പിച്ചു കൊണ്ടിരിക്കുമ്പോഴും തളരാതെയും തകരാതെയും നമ്മുടെ വിശ്വാസത്തെ മുറുകെ പിടിച്ചുകൊണ്ട് അതിനെ പ്രചരിപ്പിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് നീങ്ങാനുള്ള സന്ദേശമാണ്. അവർക്ക് പറയുന്ന പേരാണ് മുഅ്മിൻ.
എന്നതാണ് അവർ നമുക്ക് നൽകുന്ന സന്ദേശം എന്നെന്റെ സഹോദരങ്ങൾ അറിയണം. പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ സന്ദർഭത്തിൽ നമുക്കറിയാം, നമ്മുടെ സോഷ്യൽ മീഡിയകളിൽ കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കറിയാം, പ്രത്യേകിച്ചും യുക്തിവാദികൾ ഇസ്ലാമിലെ ബലികർമ്മത്തെ പരിഹസിച്ചുകൊണ്ടും അപഹസിച്ചുകൊണ്ടും നിരന്തരം പോസ്റ്റുകൾ ചെയ്യുന്നത് നമുക്ക് കാണുവാൻ കഴിയും. അഥവാ ഇസ്ലാമിലെ ബലികർമ്മം ക്രൂരതയാണ്, ദൈവത്തിന്റെ പ്രീതിക്ക് വേണ്ടി മിണ്ടാപ്രാണികളെ കൂട്ടക്കൊല ചെയ്യുകയാണ് എന്ന് തുടങ്ങുന്ന ആക്ഷേപങ്ങളാണ് അധികവും അവർ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. പ്രിയമുള്ള സഹോദരന്മാർ, ഒരു വശത്ത് യുക്തിവാദികൾ അവരുടെ ദൈവങ്ങളായി കൊണ്ടു നടക്കുന്ന ചില മാഷുമാരുണ്ട്, രവീന്ദ്രൻ മാഷ്, ജബ്ബാർ മാഷ് തുടങ്ങിയ ആളുകൾ. അവര് ദൈവിക ദർശനത്തെ പരിഹസിച്ച് ചിരിക്കുകയും ചിരിപ്പിക്കുകയും ചെയ്യുമ്പോ ഞാൻ ദൈവമെന്ന് വിളിച്ചത് വളരെ ബോധപൂർവം. കാരണം യുക്തിവാദികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ വാക്കുമൊഴികളല്ലാതെ, അവരുടെ ഈ പ്രഭാഷണങ്ങളല്ലാതെ മറ്റൊരു പ്രമാണങ്ങളോ മറ്റൊരു അടിത്തറയോ ഇല്ല. വിശുദ്ധ ഖുർആൻ തന്നെ വെല്ലുവിളിക്കുന്നുമുണ്ട്, ഈ ദൈവികമായ ദർശനത്തിന് അപ്പുറം നിങ്ങൾക്ക് വല്ല ശേഷിയുമുണ്ട്, നിങ്ങളുടെ കയ്യിൽ മറ്റു വല്ല കോപ്പുമുണ്ടെങ്കിൽ നിങ്ങളത് കൊണ്ടുവരാൻ വെല്ലുവിളിക്കുന്നുമുണ്ട്. പ്രിയമുള്ള സഹോദരങ്ങളെ, അതുകൊണ്ട് ഇവരുടെ ജൽപ്പനങ്ങളാണ് നമ്മുടെ ഒന്നാമത്തെ ചോദ്യം. എന്നു മുതലാണ് യുക്തിവാദികൾ മാംസാഹാരത്തിനെതിരായത്? എന്നു മുതലാണ് അവർ സസ്യബുക്കുകളായത്? അങ്ങനെ ഒരു സങ്കല്പം എപ്പോ മുതലാണ് അവർ രൂപപ്പെടുത്തിയത് എന്നാണ്. യഥാർത്ഥത്തിൽ യുക്തിവാദം എല്ലാ മതങ്ങളുടെയും അടിസ്ഥാനപരമായി നിരാകരിക്കുന്നു എന്നാണ് പറയാറുള്ളതെങ്കിലും ഇസ്ലാമിനെതിരെ വിഷം ചീറ്റുന്നത് മാത്രമാണ് പലപ്പോഴും നമുക്ക് കാണാൻ കഴിയാറുള്ളത് എന്നതാണ് പരമാർത്ഥം. നമുക്കറിയാം, നമ്മുടെ രാജ്യത്ത് വളരെ ന്യൂനപക്ഷമായ ഒരു സമൂഹം മാത്രമാണ് വിശ്വാസപരമായ കാരണങ്ങളാൽ മാംസാഹാരം ഉപേക്ഷിക്കാറുള്ളത്. തീർച്ചയായും അതവരുടെ സ്വാതന്ത്ര്യമാണ്, അതിൽ നമുക്കൊരു ആക്ഷേപവും ആവശ്യമില്ല. വിശുദ്ധ ഖുർആൻ പോലും ആരെങ്കിലും മാംസാഹാരം നിർബന്ധമായി കഴിക്കണമെന്ന് പഠിപ്പിക്കുന്നുമില്ല. പക്ഷേ നമ്മൾ അറിയേണ്ടത്, എന്ന് മാത്രമല്ല, അവർ പോലും കാലിൽ ധരിക്കുന്ന ചെരിപ്പ് മൃഗത്തിന്റെ തോല് കൊണ്ടുണ്ടാക്കിയതാണ്. അവര് തോളിൽ തൂക്കുന്ന ബാഗ് മൃഗത്തിന്റെ തോല് കൊണ്ടുണ്ടാക്കിയതാണ്. അവര് അരയിൽ ധരിച്ച ബെൽറ്റും അവർ പലപ്പോഴും കയ്യിൽ കെട്ടുന്ന വാച്ചിന്റെ സ്റ്റാപ്പും അടക്കം നിരവധി ഉൽപ്പന്നങ്ങൾ, നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന നിരവധി ഉൽപ്പന്നങ്ങൾ തുകലുൽപ്പന്നങ്ങളാണ് എന്ന് നമ്മൾ അറിയണം. അഥവാ മൃഗങ്ങളുടെ ജീവൻ കളഞ്ഞുകൊണ്ടല്ലാതെ ഈ തോലുകൾ എടുക്കുക സാധ്യമല്ല എങ്കിൽ ഞാൻ പറയുന്നത് അവർക്ക് ആ സംഗതികളൊന്നും വേണ്ട എന്ന് അവര് പോലും തീരുമാനിച്ചിട്ടില്ല. പ്രിയമുള്ള സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വരുന്നത് എന്നിരിക്കെ യഥാർത്ഥത്തിൽ ഈ ആക്ഷേപങ്ങൾ ആർക്ക് വേണ്ടിയാണ് എന്ന് നമ്മൾ ഓർക്കണം. വിശുദ്ധ ഖുർആനാകട്ടെ വളരെ കൃത്യമായി പറഞ്ഞു, വലിക്കുല്ലി ഉമ്മത്തിൻ ജഅൽനാ മൻസകൻ ലിയദ്കുറു ഇസ്മല്ലാഹി അലാ മാ റസഖകും മിൻ ബഹീമത്തിൽ അൻആം. അല്ലാഹുവാണ് എല്ലാ വിശ്വാസി സമൂഹങ്ങൾക്കും അവരുടെ വിശ്വാസക്രമത്തിൽ ഈ ബലി എന്ന കർമ്മവും ഏൽപ്പിച്ചിട്ടുള്ളത്. ലിയദ്കുറുല്ലാഹ അലാ മാ റസഖഹും, അള്ളാഹു നൽകിയതിനോ അവരെ കുറിച്ച് അള്ളാഹുവിനെ കുറിച്ച് ഓർക്കാൻ വേണ്ടിയാണ്, നന്ദി ഉണ്ടാകാൻ വേണ്ടിയാണ്. ഫഇലാഹുക്കും ഇലാഹും വാഹിദ്, നിങ്ങളുടെ ഇലാഹ് ഏകനായ ദൈവം മാത്രമാണ്, ഒറ്റ ഇലാഹാണ്. അതുകൊണ്ട് ഫലഹു അസ്ലിമു, അവന് നിങ്ങൾ കീഴ്പ്പെടുക. വബശ്ശിരിൽ മുഖ്ബിതീൻ, വിനീതരായ മനുഷ്യരെ സന്തോഷ വാർത്ത അറിയിക്കുകയും ചെയ്യുക. വിശുദ്ധ ഖുർആന്റെ ഇത് സംബന്ധമായ പരാമർശമാണ്. പ്രിയമുള്ള സഹോദരന്മാരെ, അള്ളാഹു നമുക്ക് നൽകിയതെല്ലാം അള്ളാഹു നൽകിയതാണ് എന്ന് മനസാ വാചാ കർമ്മണ അംഗീകരിക്കുന്നവന്റെ പേരാണ് മുസ്ലിം. ഈമാനും ഇസ്ലാമും നമ്മുടെ ആത്മാവിന്റെ ബലിയാണ്. നമസ്കാരവും നോമ്പും നമ്മുടെ ശരീരത്തിന്റെയും ശാരീരിക കഴിവുകളുടെയും ബലിയാണ്. സക്കാത്ത് അള്ളാഹു നമുക്ക് വിവിധങ്ങളായ രൂപത്തിൽ നൽകിയ സമ്പത്തിന്റെ ബലിയാണ്. അതുപോലെ തന്നെ ഇസ്ലാം പഠിപ്പിച്ച ജിഹാദ് നമ്മുടെ ശാരീരികമായ കഴിവുകളുടെയും സമയത്തിന്റെയും ബലിയാണ് എന്ന് നമ്മൾ അറിയണം. അതിനും അപ്പുറത്ത് അള്ളാഹുവിന്റെ മാർഗത്തിൽ ഏർപ്പെടേണ്ടി യുദ്ധഘട്ടം വന്നാൽ അത് നമ്മുടെ ജീവന്റെയും ബലിയാണ്.
എല്ലാം ഒരർത്ഥത്തിലുള്ള അള്ളാഹുവിനോടുള്ള നന്ദി പ്രകടനമാണ് എന്ന് എൻ്റെ സഹോദരങ്ങൾ അറിയണം. അതുപോലെയാണ് മൃഗങ്ങൾ. നമുക്കറിയാം, മനുഷ്യരാശിയുടെ ജീവിതത്തിന്റെ തുടക്കം മുതൽ ഇന്നോളം മനുഷ്യൻ അവലംബിച്ചു കൊണ്ടിരിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അള്ളാഹു നൽകിയ അനുഗ്രഹമാകുന്ന മൃഗങ്ങൾ. വിവിധ തരങ്ങളായ മൃഗങ്ങൾ, അവയുടെ പാലും അവയുടെ മാംസവും അതിൽ നിന്നുള്ള മുട്ടയും അതിന്റെ എല്ലും തോലുമെല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് മനുഷ്യജീവിതം ഇന്നോളം സഞ്ചരിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് കാണുവാൻ കഴിയും. എന്ന് മാത്രമല്ല, അങ്ങനത്തെ തന്റെ സമ്പത്തിൽ നിന്ന് ഒരു പണവും ആഗ്രഹിക്കാതെ അള്ളാഹുവിന് ദാനമായി കൊടുക്കുന്നതാണ്. എന്നിട്ടോ അത് ബലിയെറുക്കുക മാത്രമല്ല, ആ മാംസം മനുഷ്യർക്ക് ഭക്ഷണമായി വിതരണം ചെയ്യണമെന്ന് ഇസ്ലാം പഠിപ്പിച്ചു. ഒരൽപ്പം ഭക്ഷണം പോലും പാഴാക്കി കളയരുത് എന്ന് പഠിപ്പിച്ച പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണപാത്രത്തിൽ നിന്ന് തെറിച്ചു വീണ ഒരു ഭക്ഷണത്തിന്റെ വറ്റുപോലും കുത്തിയെടുത്ത് നിങ്ങൾ കഴിക്കണമെന്ന് പഠിപ്പിച്ച ഇസ്ലാം തീർച്ചയായും മനുഷ്യന് ഉപകാരപ്പെടുന്ന രൂപത്തിൽ അത് വിനിയോഗിക്കാനും അതേ ആയത്തിൽ തന്നെ പഠിപ്പിച്ചു എന്ന് നമ്മൾ അറിയണം. നിങ്ങൾ ഭക്ഷിപ്പിക്കണം എന്ന് കൂടി അള്ളാഹു കൽപ്പിക്കുന്നുണ്ട്. ഇത്രയും സൂക്ഷ്മമായി ഇസ്ലാം പഠിപ്പിച്ചൊരു നിയമത്തെ മറുവശത്ത് ഇനി മിണ്ടാപ്രാണിയുടെ ജീവനാണ് പ്രശ്നമെങ്കിൽ നമ്മൾ അറിയേണ്ടതുണ്ട്, നാട് നീളെ മത്സ്യങ്ങളും അതുപോലെ തന്നെ ചിക്കനും മട്ടനുമെല്ലാം കരിച്ചും പൊരിച്ചും അൽഫാമെന്നും കുഴിമന്തി എന്നും ഷവർമ എന്നും ഒക്കെ പേരിട്ട് ഓരോ ദിവസവും നിരന്തരം ഇതെല്ലാം മനുഷ്യൻ ഭക്ഷിച്ചുകൊണ്ടിരിക്കെ മിണ്ടാപ്രാണികളെ കുറിച്ച് ഒരു ചിന്തയുമില്ലാത്തവർ, അതൊക്കെ ഈ മിണ്ടാപ്രാണികൾ തന്നെയല്ലേ, അതിന്റെ ഒന്നും ജീവനെ കുറിച്ച് ഒരു പ്രശ്നവുമില്ലാത്തവർ ഇത്തരം സന്ദർഭങ്ങളിൽ മാത്രം രംഗപ്രവേശനം ചെയ്യുന്നത് യഥാർത്ഥത്തിൽ മിണ്ടാപ്രാണികളോടുള്ള സ്നേഹമല്ല, മറിച്ച് ചിലതിനോടുള്ള വെറുപ്പും അമർഷവുമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. എന്ന് മാത്രല്ല, ചെടികൾക്ക് പോലും ജീവനുണ്ട് എന്നാണ് ശാസ്ത്രീയ തത്വം. ചെടികൾക്ക് പോലും ജീവനുണ്ട് എന്നാണ്. അങ്ങനെയാണെങ്കിൽ സസ്യബുക്കുകൾ പോലും പലതിൻ്റെയും ജീവൻ കളഞ്ഞുകൊണ്ടാണ്, പല മിണ്ടാപ്രാണികളുടെയും ജീവൻ കളഞ്ഞുകൊണ്ടാണ് അവർക്ക് പോലും ഭക്ഷിക്കാനാവൂ എന്നതാണ് പരമാർത്ഥം. നമ്മെ സംബന്ധിച്ചിടത്തോളം പ്രിയമുള്ള സഹോദരങ്ങളെ, ലോകത്ത് 150 കോടിയോളം വരുന്ന ഒരു സമൂഹത്തിന്റെ വിശ്വാസത്തെ, അവരുടെ വിശ്വാസത്തെ വലിയ ദാർശനികന്മാരുള്ള, വലിയ പണ്ഡിതന്മാരുള്ള, വലിയ ബുദ്ധിജീവികളുള്ള, നിരവധി പണ്ഡിത ഗ്രന്ഥങ്ങളുള്ള മഹത്തായ ഒരു ദർശനത്തെ, വേദഗ്രന്ഥമുള്ള, പ്രവാചകാധ്യാപനങ്ങളുള്ള ഒരു മഹാദർശനത്തെ ഏതെങ്കിലും യൂട്യൂബ് ചാനലുകളിൽ നിന്ന് വന്നിരുന്ന് എന്തെങ്കിലും ചെളിവാരി എറിയുമ്പോഴേക്ക് ആശയക്കുഴപ്പത്തിലായി പോകുന്ന ഒരു യുവത്വമാവരുത്, ഒരു ചെറുപ്പമാവരുത് നമ്മുടേത് എന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുവാനുള്ളത്. വിശുദ്ധ ഖുർആൻ ആവശ്യപ്പെട്ടതുപോലെ വഇൻ കുന്തും ഫീ റൈബിൻ മിമ്മാ നസ്സൽനാ അലാ അബ്ദിനാ ഫഅതു ബിസൂറത്തിൻ മിൻ മിസ്ലിഹി. ശരി, മനുഷ്യരാശിക്ക് ജീവിക്കാൻ ഈ ദർശനമല്ല വേണ്ടത് എന്ന് നിങ്ങൾക്ക് വല്ല അവകാശവാദവും ഉണ്ടെങ്കിൽ കൊണ്ടുവരൂ. മനുഷ്യ ജീവിതത്തെ മുഴുവൻ രക്ഷപ്പെടുത്താൻ കഴിയുന്ന, അതിനെ മുഴുവൻ ബാലൻസോടുകൂടി കൊണ്ടുനടക്കാൻ കഴിയുന്ന, അതിനെ സംസ്കരിക്കാൻ കഴിയുന്ന മറ്റൊരു ദർശനത്തെ പകരം കൊണ്ടുവരൂ എന്ന വിശുദ്ധ ഖുർആന്റെ വെല്ലുവിളിയാണ് ഇത്തരം സന്ദർഭങ്ങളിൽ നമുക്ക് ഇത്തരം ആളുകൾക്ക് മുമ്പിൽ വെക്കാനുള്ളത്. പ്രിയമുള്ള സഹോദരന്മാരെ, അതുകൊണ്ട് അള്ളാഹു പഠിപ്പിച്ച അള്ളാഹുവിന്റെ കൽപ്പനകളും അവന്റെ നിർദ്ദേശങ്ങളും മനുഷ്യന് ഏറ്റവും അനുയോജ്യവും പ്രകൃതിയോട് ചേർന്ന് നിൽക്കുന്നതുമാണ് എന്ന് മാത്രമേ ഈ സന്ദർഭത്തിൽ നമ്മൾ പ്രത്യേകമായി ഓർക്കുക. പടച്ച തമ്പുരാൻ നമ്മൾ ഇസ്ലാമിന്റെ ഓരോ കർമ്മങ്ങളും ഓരോ ആരാധനകളും അതിന്റെ ചൈതന്യത്തോടുകൂടി നിർവഹിക്കാനും ഏതൊരുദ്ദേശത്തോടു കൂടിയാണോ പടച്ചതമ്പ് ഈ നിയമങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ പഠിപ്പിച്ചത് അതിന്റെ എല്ലാ സൽഫലങ്ങളും കൊയ്തെടുക്കുവാനും അല്ലാഹു നാമേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. പ്രിയ സഹോദരങ്ങളെ, അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ടും അവന്റെ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ടും മുത്തക്കീങ്ങളായി ജീവിക്കാൻ ഒന്നാമതായി എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും ഒരിക്കൽ കൂടി വസിയത്ത് ചെയ്യുന്നു. അള്ളാഹു ഇഷ്ടപ്പെടുന്ന അവൻ്റെ വിശുദ്ധരായ നല്ലവരായ അടിയാറുകളുടെ കൂട്ടത്തിൽ അള്ളാഹു നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.
പ്രിയ സഹോദരങ്ങളെ, സാധാരണ വെള്ളിയാഴ്ചകളിൽ ഓതാറുള്ള ഒരു സൂക്തത്തിൻ്റെ അവസാനം നമ്മളെപ്പോഴും കേൾക്കാറുള്ളതാണ്, ഇന്ന ഹാദാ ലഫി സുഹുഫിൽ ഊല സുഹുഫി ഇബ്രാഹീമ വ മൂസ. തീർച്ചയായും ഇത് ആദ്യകാല വേദങ്ങളിൽ ഉള്ളതാണ്. ഏതൊക്കെയാണത്? ഇബ്രാഹീമിൻ്റെയും മൂസയുടെയും ഏടുകളിൽ എന്നാണ് ഖുർആൻ പറയുന്നത്. എന്താണ് ആ ഏടുകളിൽ പഠിപ്പിക്കുന്നത്? ശുദ്ധ ഖുർആനിൽ 2 സ്ഥലത്ത് അള്ളാഹു ആ കാര്യം പ്രത്യേകമായി ഊന്നി പറയുന്നുണ്ട്. അതിലൊന്ന് ഇവിടെ, ബൽ തുഅ്സിറൂനൽ ഹയാത്തദ് ദുനിയ, പക്ഷേ നിങ്ങൾ ഐഹിക ജീവിതത്തിനാണ് കൂടുതൽ പ്രാധാന്യം നൽകുന്നത്. വൽ ആഖിറത്തു ഖൈറും വ അബ്ഖ, പക്ഷേ എന്നും ശേഷിക്കുന്നതും ഉത്തമവുമായത് അത് പാരത്രിക ജീവിതമാണ് എന്നതാണ്. ഈ കാര്യമാണ് ആദ്യകാലം മുതൽ മാനവരാശിയെ അള്ളാഹു പഠിപ്പിച്ചു വന്നത്, ഓർമ്മിപ്പിച്ചത് എന്ന കാര്യമാണ് ഇവിടെ എടുത്തു പറയുന്നത്. പ്രിയമുള്ള സഹോദരങ്ങളെ, യഥാർത്ഥത്തിൽ അള്ളാഹു നമുക്കറിയുന്ന, നമ്മൾ അറിയേണ്ട മർമ്മപ്രധാനമായ കാര്യങ്ങളെ പ്രത്യേകമായി എടുത്ത് ഓർമ്മപ്പെടുത്തുന്നതിലൊന്നാണിത്. എല്ലാ വെള്ളിയാഴ്ചകളിലും സുന്നത്തായി പഠിപ്പിക്കപ്പെട്ട, പാരായണം ചെയ്യാൻ പഠിപ്പിക്കപ്പെട്ട സൂറത്തുകളിലൊന്നുമാണത്. ഇവിടെ ഇഹലോകത്തിന് മുൻഗണന നിങ്ങൾ നൽകരുത് എന്നാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്ന ഒന്നാമത്തെ കാര്യം. നമ്മുടെയൊക്കെ സ്വപ്നങ്ങളെക്കുറിച്ച് നമ്മൾ ഒന്ന് ആത്മവിചിന്തനം ചെയ്താൽ, ഒന്ന് പോസ്റ്റ്മോർട്ടം ചെയ്താൽ, നമ്മൾ ചെലവഴിച്ച സമയങ്ങളെക്കുറിച്ച് നമ്മൾ പോസ്റ്റ്മോർട്ടം ചെയ്താൽ, പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ പാരത്രിക ജീവിതം ഭദ്രമാക്കലായിരുന്നോ, അത് തകരാറില്ലാത്ത വിധം മനോഹരമാക്കലായിരുന്നോ എൻ്റെ ജീവിതം കൊണ്ട് സംഭവിച്ചത് എന്ന് സ്വസ്ഥമായിരുന്നു നമ്മൾ ആലോചിക്കുമ്പോൾ പലപ്പോഴും നമ്മൾ ആശങ്കപ്പെടും. ഇത് വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നത് അത്തരം ചിന്തകൾ നമ്മിൽ ഉണ്ടാകണം. ഏത് സന്ദർഭങ്ങളിലും അവസാനിച്ചു പോകാവുന്ന, കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ, മുമ്പ് വന്നതാണോ എന്ന് എനിക്കറിയില്ല, വിവാഹവേളയിൽ പരസ്പരം മാല അണിയിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ വധു മരണത്തെ മുഖാമുഖം കാണുന്ന, അങ്ങനെ അവർ അവിടെ തന്നെ കുഴഞ്ഞു വീണ് മരിച്ചു പോകുന്ന വാർത്തകൾ, കാഴ്ചകൾ, നിരവധി കാഴ്ചകളിൽ ഒന്ന് മാത്രമാണത്. പ്രിയ സഹോദരങ്ങളെ, ഏത് സമയത്തും കടന്നു വരാവുന്ന എല്ലാ കണക്കുകൂട്ടലുകൾക്കും അപ്പുറം നമ്മളെ പിടികൂടി കൊണ്ടുപോകാവുന്ന ഒരു ദിവസത്തെക്കുറിച്ച് നമ്മൾ ഓർക്കണം. ആ ഒരു ദിവസത്തിന് വേണ്ടി, അതാണ് വൽ ആഖിറത്തു ഖൈറും വ അബ്ഖ, അവിടം വിജയിക്കലാണ്, അവിടം നേടിയെടുക്കലാണ് ജീവിതത്തിലെ നിങ്ങൾക്ക് ഏറ്റവും വലിയ കാര്യം. ശുദ്ധ ഖുർആൻ ആവർത്തിച്ച് പഠിപ്പിക്കുന്ന കാര്യവും അതാണ്. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ മൗദിഉ സൗത്തിൻ ഫിൽ ജന്ന, സ്വർഗത്തിൽ ഒരു ചാട്ടവാർ ചാരാനുള്ള ഇടം നിങ്ങൾക്ക് ലഭിക്കലാണ്. ഖൈറുൻ ലക മിനദ് ദുനിയാ വമാ ഫീഹാ, ഈ മുഴുവൻ കിട്ടുന്നതിനേക്കാളും നിനക്ക് പ്രധാനം. പല സന്ദർഭങ്ങളിലും നമ്മൾ കേട്ട ഹദീസാണ്. പക്ഷേ പ്രവാചകന്റെ അനുചരന്മാർ അതൊരു വഅളായി, അതൊരു ഉപദേശമായി മാറ്റിവെച്ചില്ല. അവരുടെ ജീവിതത്തോട് ചേർത്ത് പിടിച്ചുകൊണ്ടാണ് അവർ ജീവിച്ചത്. ചരിത്രത്തിൽ കാണാം, ഒരു സ്ത്രീ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിലേക്ക് കടന്നു വരുന്നു. ഈ സന്ദർഭത്തിൽ രോഗിയായ ആ സ്ത്രീ വന്ന് റസൂലിനോട് പറഞ്ഞു, പ്രവാചകരെ, ഞാനൊരു അപസ്മാര രോഗിയാണ്. ആ രോഗം വന്ന് ഞാൻ താഴെ വീഴുമ്പോൾ എൻ്റെ ഔറത്തൊക്കെ വെളിവായി പോകും പ്രവാചകരെ. അതുകൊണ്ട് ഫദ്ഉല്ലാഹ ലീ, തങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, എൻ്റെ രോഗമൊന്ന് ഭേദമായി കിട്ടാൻ. ഈ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സഹോദരിയോട് പറഞ്ഞു, ഇൻ ശിഅതി സബർതി ഫലക്കിൽ ജന്ന, നിനക്ക് ഈ ദുരിതം, നീ അനുഭവിക്കുന്ന ഈ പ്രയാസത്തിൻ്റെ, ഈ ദുരിതത്തിൻ്റെ കടൽ നീന്തിക്കടക്കാൻ ആവുമെങ്കിൽ, നീ ക്ഷമിക്കുകയാണെങ്കിൽ, ഫലക്കിൽ ജന്ന, നിനക്ക് അല്ലാഹു സ്വർഗം തരും. വ ഇൻ ശിഅതി സബർതി വ ഇൻ ശിഅതി, അതല്ല നീ ഉദ്ദേശിക്കുന്നുവെങ്കിൽ, അദ്ഉല്ലാഹ, ഞാൻ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കും നിന്റെ രോഗം മാറാൻ. ആ സഹോദരി പക്ഷേ
അവരുടെ മനസ്സ് ഉടക്കിയതും അവർ കൊതിച്ചതും റസൂലിനോട് പറഞ്ഞതും, റസൂലെ ഒരു കുഴപ്പവുമില്ല, അസ്ബിറു, ഞാൻ ക്ഷമിക്കും, ഞാൻ ക്ഷമിച്ചുകൊള്ളാം. അവരുടെ മനസ്സ് സ്വർഗം നേടണം എന്നതിലായിരുന്നു. അതുമാത്രം കൊതിച്ചു നടന്ന, അതുമാത്രം ആഗ്രഹിച്ചൊരു മനസ്സ്. പ്രിയമുള്ളവരെ, ഇതാണ് വിജയത്തിന്റെ അടയാളം. അല്ലാഹുവിന്റെ റസൂലിന്റെ അനുചരന്മാർ പിൽക്കാലത്തും പരസ്പരം പറയുമായിരുന്നു, നിങ്ങൾക്ക് സ്വർഗത്തിലെ ഒരു സ്ത്രീയെ കാണണോ എന്ന് ചോദിച്ചുകൊണ്ട് അവർ ചൂണ്ടിക്കാണിക്കുമായിരുന്നു മർഅത്തുൻ സൗദാ, ഒരു കറുത്ത പെണ്ണ് എന്ന് മാത്രം ഹദീസ് വിശദീകരിച്ച ആ സഹോദരിയെ എന്ന് നമ്മൾ അറിയണം. ഇത് നമുക്ക് പാഠമാകുന്നത് പ്രിയമുള്ള ഈ ഒരു മനസ്സ് നമ്മളൊക്കെ കൊണ്ടു നടക്കുന്നുണ്ടോ എന്നതിലാണ്. പ്രിയമുള്ളവരെ, എല്ലാ ദിവസവും എല്ലാ സന്ദർഭങ്ങളിലും മരണത്തെക്കുറിച്ച്, മരണാനന്തര ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുന്നവരാവുക. ഇതാണ് ആ ഉപദേശങ്ങളിൽ ഒന്ന് എന്ന് നമ്മൾ തിരിച്ചറിയണം. ഇതിന് സമാനമായി വിശുദ്ധ ഖുർആൻ മറ്റൊരു ഭാഗത്ത് പറഞ്ഞു, അംലം യുനബ്ബഉ ബിമാ ഫീ സുഹഫി മൂസ വ ഇബ്രാഹിം അല്ലദീ വഫാ അല്ലാ തസിറു വാസിറത്തൻ വിസ്റ ഉഖ്റ. അല്ലാഹു അവിടെ പറയുന്നത്, ഒരു ആത്മാവും മറ്റൊരാളുടെ ഭാരവും ചുമക്കുകയില്ല. നമ്മൾ ചെയ്ത മുഴുവൻ ചെയ്തികളുടെയും മുഴുവൻ പ്രവർത്തനങ്ങളുടെയും ഉത്തരവാദികൾ നമ്മൾ മാത്രമാണ്. നമ്മൾ ആർക്ക് വേണ്ടി ചെയ്തു എന്നുള്ളത് അള്ളാഹുവിങ്കൽ പരിഗണനീയമല്ല. മക്കൾക്ക് വേണ്ടി ചെയ്തതാണെങ്കിലും, കുടുംബത്തിന് വേണ്ടി ചെയ്തതാണെങ്കിലും, കൂട്ടുകാർക്ക് വേണ്ടി ചെയ്തതാണെങ്കിലും, അരുതാത്തതാണെങ്കിൽ അതിൻ്റെ മുഴുവൻ ഭാരങ്ങളും നമ്മൾ തന്നെ വഹിക്കണം എന്നതാണ്. അല്ലാ തസിറു വാസിറത്തൻ വിസ്റ ഉഖ്റ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ രണ്ട് വിഷയവും നമ്മുടെ വിഷയത്തിൽ ഏറ്റവും സുപ്രധാനമായിരിക്കട്ടെ. ആ അർത്ഥത്തിൽ അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട്, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ട്, പരലോക ജീവിതത്തെ പരമപ്രധാനമായി കണ്ടുകൊണ്ടും മനസ്സിലാക്കിക്കൊണ്ടും ജീവിക്കുന്ന നല്ലവരായ വിശ്വാസികളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും സംഭവിച്ചു പോയ ചെറുതും വലുതുമായ എല്ലാ വീഴ്ചകളും അള്ളാഹു പൊറുക്കുകയും മാപ്പാക്കുകയും ചെയ്യുമാറാകട്ടെ. അള്ളാഹു ഇഷ്ടപ്പെടുന്ന സജ്ജനങ്ങളിൽ അവൻ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. ഈ പള്ളിയിൽ നമ്മൾ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ അള്ളാഹുവിൻ്റെ സ്വർഗത്തിലും ഒരുമിച്ച് കൂടുന്ന ഭാഗ്യവാന്മാരായ വിശ്വാസികളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. വിവിധ പ്രദേശങ്ങളിൽ, പ്രത്യേകിച്ചും വിദേശങ്ങളിൽ പണിയെടുത്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് സഹോദരങ്ങൾ, അള്ളാഹു അവരുടെ തൊഴിലിടങ്ങളിൽ അള്ളാഹു അവർക്ക് ബറക്കത്തും റഹ്മത്തും വർഷിക്കുമാറാകട്ടെ. നമ്മുടെ മക്കളെ അള്ളാഹു സാലിഹ്യങ്ങളും സൽവൃത്തരുമാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. കൺകുളിർമയുള്ള മക്കളെ നൽകി അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. മരണപ്പെട്ടു പോയ മാതാവിനെ ഓർത്ത് വിലപിക്കുന്ന മക്കളുണ്ട്. അതുപോലെ കൂടപ്പുറപ്പുകളുടെ, ഉറ്റവരുടെ, ഉടയവരുടെ വിയോഗത്താൽ വേദനിച്ച് നിൽക്കുന്നവരുണ്ട്. കരുണാവാരിധിയായ റബ്ബ് വിട പറഞ്ഞു പോയവർക്കൊക്കെയും അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഇടം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധ നന്മകളും അള്ളാഹു നമ്മുടെ എല്ലാം ജീവിതത്തിൽ വർഷിക്കുമാറാകട്ടെ. ഗസയിൽ, ഫലസ്തീനിൽ ചെറുത്തുനിന്നുകൊണ്ടിരിക്കുന്ന, ഓരോ ദിവസവും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോകൾ പലതും കണ്ണുനിറഞ്ഞിരിക്കുന്നതാണ്. പിഞ്ചോമനകൾ പെരുന്നാൾ ദിവസത്തിലും അവരുടെ സങ്കടങ്ങളും നൊമ്പരങ്ങളുമൊക്കെ അവർ അവതരിപ്പിക്കുന്നത് കാണുമ്പോൾ, പ്രിയമുള്ള സഹോദരങ്ങളെ, നിസ്സഹായരായി അവർക്ക് പ്രാർത്ഥിക്കാനല്ലാതെ മറ്റൊന്നിനും കഴിയാത്തൊരു സാഹചര്യത്തിൽ നമ്മൾ നിഷ്കളങ്കമായി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. പടച്ച തമ്പുരാൻ ആ കുഞ്ഞുങ്ങൾക്ക്, ആ നാടിന് സമാധാനവും സ്വസ്ഥതയും അള്ളാഹു നൽകുമാറാകട്ടെ. ഇസ്ലാമിന് ഇസ്സത്തും ഇസ്ലാമിക സമൂഹത്തിന് വിജയവും നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. പടച്ച തമ്പുരാൻ ഇഷ്ടപ്പെടുന്ന ഒരു നല്ല സാമൂഹികാന്തരീക്ഷം അള്ളാഹു ലോകത്തിന് പ്രദാനം ചെയ്യുമാറാകട്ടെ. മനുഷ്യർക്ക് സമാധാനമുള്ള, സ്വസ്ഥതയുള്ള ഒരു ജീവിതാന്തരീക്ഷം അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാത്ത് വയാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ, اللهم أجرنا من النار، اللهم أجرنا من النار. لا تشوي خلقنا بالنار إنها بئس الدار وبئس المثوى وبئس القرار.
ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم آمين آمين برحمتك يا أرحم الراحمين صلى الله